ഹായ് ഫ്രണ്ട്സ്, ഈ കൊല്ലത്തെ നമ്മളെ തക്കാളി വിളവെടുപ്പാണ് കേട്ടോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടെറസിൽ നട്ടതാണ് തക്കാളി. ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമുള്ള തക്കാളിക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ പ്രാവശ്യം നല്ല റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ തക്കാളി വലിപ്പം കുറവായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ കീടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ നമുക്ക് എന്താണെന്നറിയില്ല, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കൊലയായ രീതിയിൽ തക്കാളിയെല്ലാം ഈ പ്രാവശ്യം നമുക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ടൗണിൽ നിന്ന് തക്കാളിയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഈ തക്കാളി ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഒരു ദിവസം തന്നെ കിട്ടിയതാണ് കേട്ടോ. ഒരാഴ്ച വരെ ഉപയോഗിക്കേണ്ടില്ല തക്കാളി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ യാതൊരു രീതിയിൽ പുഴുക്കൾ കുത്തിയതൊന്നുമില്ല. നല്ല ഫ്രഷാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്രഷ് തക്കാളിയാണ് കേട്ടോ. പുഴുക്കളൊന്നും കൊട്ടിയിട്ടില്ല. നല്ല ഷേപ്പും കിട്ടിയിട്ടുണ്ട്, വലിപ്പവും ഉണ്ട് കേട്ടോ. എൻ്റെ നാരങ്ങ ചെടിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. ഇതെന്തോ പ്യൂപ്പയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാണീൻ്റെ കൂടാണോ ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കൂട് ഇത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് എന്തിൻ്റെ കൂടാണെന്ന്. എനിക്കറിയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണുന്ന. ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് നമ്മളെ ടെറസിൽ ചേമ്പ് കൂടി നട്ട കേട്ടോ. എനിക്ക് ചെമ്പില തോരനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പുറത്തൊന്നും ഇപ്പോൾ കടയിലൊന്നും ചേമ്പിലൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ വീട്ടിലേക്ക് കിഴങ്ങ് വാങ്ങിച്ച ആ സമയത്ത് ഞാൻ നട്ടതാണ് കേട്ടോ. ഞാനിത് ഇപ്പോൾ തോരാൻ വേണ്ടിയിട്ട് ഇന്ന് പറിക്കുന്നുണ്ടേ. കണ്ടില്ലേ, നമുക്കിപ്പോൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഒരുപാട് പച്ചക്കറി നട്ട് വളർത്തുന്നത് കൊണ്ട് ഞാനിപ്പോഴും വൈകുന്നേരം പോയിട്ട് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വീട്ടിൽ ബാക്കി വന്ന വെജിറ്റബിളിൻ്റെ വേസ്റ്റെല്ലാം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു നട്ട ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയെല്ലാം പറിക്കാനും വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കണേ ഇതുപോലെല്ലാം. കുറച്ച് ചീരയും കൂടി പറിക്കാനും വെച്ചു. കണ്ടില്ല, ഞാനിത് വേരടക്കം പിഴുതെടുക്കുന്നില്ല കേട്ടോ. പകുതിന് കട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയാം, നമ്മളിങ്ങനെ കട്ടാക്കി എടുത്താൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും ഇതുപോലത്തെ നല്ല ആരോഗ്യമുള്ള ചീര നമുക്ക് പറിച്ചെടുക്കാതെ. നമുക്ക് സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുക. ഇത് മുരിങ്ങൻ്റെ ചെടീൻ്റെ ചോട്ടിൽ തന്നെ ഞാൻ കുറച്ച് അതിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തെടുത്തോ, ചീരൻ്റെ വിത്ത് ഇട്ട് കൊടുത്ത്. അപ്പോൾ കണ്ടില്ലേ, അതും വളർന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് വേറെ ഒരു ചീര മാത്രം ഒറ്റയ്ക്ക് നടാനൊന്നും അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ വേറെ ചെടീൻ്റെ കൂട്ടത്തിൽ വിത്തിട്ട് കൊടുത്താൽ ഇതുപോലെ തന്നെ വളരും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വേരോടെ പിഴുതെടുക്കാതെ ഇതുപോലെ കട്ടാക്കി എടുത്താൽ കണ്ടില്ലേ, ഇനി രണ്ട് ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് കണ്ടില്ലേ, നമുക്ക് പറിച്ചെടുക്കാനുള്ള ചീര നല്ല രീതിക്ക് തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതന്നെ ഇപ്പോൾ എല്ലാം കൂടി പറിച്ചു കഴിഞ്ഞാൽ ഒരു പിടി ചീര ഉണ്ടാവും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മറന്നടിച്ച് വരുന്ന ചീരെല്ലാം ഒരു പിടിക്ക് 20 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് വെറുതെ നമ്മളെ വീട്ടിൽ വേറെ ചെടികളുടെ ചോട്ടിൽ ഇതുപോലെ വിത്തിട്ട് കൊടുത്താലും ചീര വളരും കേട്ടോ. ചുവപ്പ് ചീര, പച്ച ചീര അല്ലാതെ വേറെ വെറൈറ്റി ചീരകളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത്രയും ചീര പറിച്ചിട്ട് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പുഴുക്കൾ കുത്തിയത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? കാരണം ഇതാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് മാത്രമേ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ചീര വളർത്തുന്നത്. അതിനുകൊണ്ടാണ് കേട്ടോ ഇനി പുഴുവൊന്നും കുത്താതെ ഇത്രയും ആരോഗ്യമുള്ള നമുക്ക് ചീര പറിക്കാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ ചീര. ഇതാണ് കേട്ടോ ചേമ്പ് ഈ പ്രാവശ്യം കിട്ടിയത് നമുക്ക്. ഇത് തക്കാളി കണ്ടില്ലേ, ഇത്രയും തക്കാളി എനിക്ക് കിട്ടി. നമുക്ക് ഇപ്പോൾ ഒരാഴ്ച വരെ ഈ തക്കാളി തന്നെ മതി, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കേട്ടോ.